السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ആദരണീയരായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ എന്ന കേരളത്തിലെ സജീവമായ ആദർശത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന തൗഹീദി ആശയത്തിൻ്റെ വക്താക്കളെ, സഹോദരന്മാരെ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആദർശ വ്യതിരക്തത എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട വിഷയം. ബഹുമാനപ്പെട്ട ഒനൈസ് പാമിനിശ്ശേരി സംസാരിച്ചതിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. അടിസ്ഥാനപരമായി നമ്മുടെ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം, സംഘടിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം കേവല സംഘാടനമല്ല. സംഘടിക്കാൻ വേണ്ടി സംഘടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. കേവലം ഒരു കൂട്ടായ്മയല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും സ്വീകരിച്ച മാർഗം എന്ന് പറഞ്ഞ് വരച്ച് കാണിച്ചു തന്ന ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സംഘടനയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ ദീന് സ്വീകരിച്ച സലഫു സ്വാലിഹീങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സംഘടനയാണ്. ഇതര സംഘടനകളോടൊപ്പം ചേർത്ത് വെക്കുമ്പോൾ ആൾബലത്തിലെ കുറവോ ആളെണ്ണത്തിലെ കുറവോ ഒന്നും നമ്മെ ബാധിക്കുന്ന വിഷയമല്ല. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഫതൂബ ലിൽ ഗുറബ. ഇസ്ലാം ആരും സഹായിക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഇസ്ലാം മടങ്ങിപ്പോകുന്നതും അതുപോലെയുള്ളൊരു സാഹചര്യത്തിലാണ്. ഫതൂബ ലിൽ ഗുറബ, അപരിചിതരായ ആളുകൾക്ക് മംഗളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ അപരിചിതരാവാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ, റജുലാനി തഹബ്ബ ഫില്ലാഹ് വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ച ഒരു കൂട്ടം ആളുകൾ, അല്ലാഹുവിന് വേണ്ടി സംഘടിച്ച ഒരു കൂട്ടം ആളുകൾ, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ അർശിന്റെ തണലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 4 വിഭാഗങ്ങളെയാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഈ ആദർശ സംഘടന കൃത്യമായി അകലം പാലിക്കുന്ന, നിലപാടുകൾ കൊണ്ട് എതിരിട്ട് നിൽക്കുന്ന 4 പ്രധാനപ്പെട്ട കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതര സംഘടനകളിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ വ്യതിരിക്തമാക്കുന്നത് എന്താണ്? അവരിൽ നിന്ന് ഈ പ്രസ്ഥാനം അകലം പാലിക്കുവാൻ കാരണമെന്താണ്? ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയത്ത്, മുസ്ലിം ഉമ്മത്തിനെതിരെ നിരന്തരമായ പ്രശ്നങ്ങൾ വരുന്നൊരു സമയത്ത്, ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് പൊതുകാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കുകയും എന്നാൽ ആദർശ വിഷയങ്ങളിൽ കൃത്യമായി അകലം പാലിക്കുകയും ചെയ്യുന്ന 4 വിഭാഗങ്ങളെക്കുറിച്ച് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഏറ്റവും ആൾബലമുള്ള ഒരു സംഘം, വ്യത്യസ്തമായ വിഭാഗങ്ങൾ അവർക്കിടയിലുണ്ടെങ്കിലും പൗരോഹിത്യം എന്ന ഒരു ലേബലിൽ നമുക്ക് അവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാം. സമസ്ത എന്ന ഒരു ക്യാപ്ഷന്റെ കീഴിൽ അവരെല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കും. അവരേതാകട്ടെ, ഏത് സംഘടനയാവട്ടെ, അടിസ്ഥാനപരമായി ഇസ്ലാം എന്തിനു വേണ്ടിയാണോ സ്ഥാപിതമായത്, അള്ളാഹു ദീനുൽ ഇസ്ലാമിനെ എന്തിനു വേണ്ടിയാണോ അവതരിപ്പിച്ചത്, ആ അടിസ്ഥാന ലക്ഷ്യത്തിന്റെ കടക്കൽ കത്തിവെച്ച ഒരു സംഘമെന്നേ നമുക്ക് അവരെ വിശേഷിപ്പിക്കാൻ കഴിയും. അവർ തന്നെ പറയട്ടെ, തങ്ങൾ എന്തിനാണ് ഇവിടെ നിലകൊള്ളുന്നത്,
ഈ സമസ്ത എന്ന ഈ സംഘടന രൂപീകരിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് അവർ തന്നെ പറയുന്നു. അടിസ്ഥാനപരമായി ഈ സംഘത്തോട് നമ്മൾ എതിരിട്ട് നിൽക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആനിലെ അനേകം ആയത്തുകൾ, ഒരായത്ത് നമുക്കതിൽ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇസ്ലാം പ്രബോധനം ചെയ്യുന്നതിൻ്റെ 1-ാമത്തെ തീയതി മുതൽ മക്കയിലെ സകല മനുഷ്യരോടും വിളിച്ചു പറഞ്ഞത് ഇതാണ്: മനുഷ്യരെ, നിങ്ങൾക്ക് ആപൽഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അഭയം നൽകാനും നിങ്ങളുടെ വിളി കേട്ട് ഉത്തരം ചെയ്യാനും കഴിയുന്ന ഒരേ ഒരു റബ്ബ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചവൻ, ആരാണോ നിങ്ങളെ പരിപാലിക്കുന്നവൻ, ആരാണോ നിങ്ങൾക്ക് മഴയിറക്കി നൽകുന്നവൻ, അവനല്ലാതെ നിങ്ങൾക്ക് വിളിച്ചാൽ ഉത്തരം ചെയ്യുന്ന ഒന്നും ഇവിടെയില്ല, ഒരാരാധ്യനുമില്ല. പ്രാർത്ഥനകൾ അഖിലവും അവന് മാത്രം സമർപ്പിക്കണം എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈ വിഷയത്തിലാണ് സമസ്തക്ക് ആദ്യം പിഴച്ചത്. അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് കേരള മുസ്ലിം ഐക്യ സംഘം നിലപാടെടുത്ത സമയത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ അടിസ്ഥാനമെന്ന് പറഞ്ഞ സമയത്ത് അതിനെതിരായി സമൂഹത്തിൽ കാണപ്പെടുന്ന എല്ലാ ദുരാചാരങ്ങളും, അത് കൊടികുത്താവട്ടെ, ചന്ദനക്കുടമാവട്ടെ, എന്തു തോന്നിയാസമാവട്ടെ, അതെല്ലാം വലിച്ചെറിഞ്ഞ് ശുദ്ധ തൗഹീദ് കേരളത്തിലെ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു സംഘടന, ഒരു കാരണവശാലും അത് സ്വീകരിക്കാൻ കഴിയുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സംഘടന, അതിൻ്റെ പേരിൽ ഒരു വലിയ സംഘത്തെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും തൗഹീദിൽ നിന്ന് അകറ്റി നിർത്തുകയും ഇന്ന് കേരളത്തിൽ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങൾ, ഈ സംഘങ്ങളിൽപ്പെട്ട 3 വിഭാഗങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്രകൾ നടത്തുകയാണ്. ആദർശ വിശുദ്ധിയുടെ യാത്രകളെന്ന് ക്യാപ്ഷൻ കൊടുക്കുകയാണ്, നിലപാടുകളുടെ യാത്രകളെന്ന് ക്യാപ്ഷൻ കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ വിഷയത്തിൽ വലിയ വഞ്ചന കാണിച്ച ഒരു സംഘം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന സമീപനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇവിടെയാണ് ഖലീൽ തങ്ങളെപ്പോലെയുള്ള ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത്, മമ്പാട് വഹാബ് സക്കാഫിയെ പോലുള്ള ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത്. കേരള മുസ്ലിങ്ങളുടെ മുമ്പിലേക്ക് കൃത്യമായി മക്കയിലെ മുശ്രിക്കുകൾ പോലും പറയാത്ത തരത്തിലുള്ള ആശയങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ വെച്ചു കെട്ടിക്കൊണ്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിഷയവുമായി നിങ്ങൾക്ക് കാണാം ഇവിടെ ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലവനെ എന്നാവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങള്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്. ിൽ കുറെ ഐറ്റകൾ വരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സുകൾ ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് പറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെയാ. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. പക്ഷേ അത്ഭുതകരമാം വിധം അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ 1990 ആദ്യമായി ഹജ്ജ് യാത്രയിൽ 5000-ഓളം ഹാജിമാർ മരിച്ച 4000 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ
വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ ആ സമസ്ത ഉണ്ടാക്കി. വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത. ഈ മൂന്ന് സംസാരങ്ങൾ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സംഘത്തിൽ നിന്ന് അകലം പാലിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. അടിസ്ഥാനപരമായി ഇസ്ലാം പഠിപ്പിച്ച ആശയത്തെ സമൂഹത്തിന് മുമ്പിൽ വക്രീകരിച്ച് ശുദ്ധമായ ശിർക്കിനെ തൗഹീദിൻ്റെ പേരിൽ അവതരിപ്പിച്ച ഒരു സംഘവുമായി കൊണ്ട് ഒന്നിച്ചു പോവുക എന്നുള്ളത് തൗഹീദി സംഘത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്കല്ല പോരെ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അടിമക്കല്ലാഹു പോരെ? അതിൻ്റെ നേരെ വിപരീതമാണ് ഈ ഖലീൽ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കിൽ പറഞ്ഞ വാക്കുണ്ടല്ലോ, ബദരീങ്ങളെ നിങ്ങളല്ലാതെ വേറെ തുണയില്ല. വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളെ നേരെ വിപരീതമായി സമൂഹത്തിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുകയും അത് ഇസ്ലാമാണെന്ന് പറയുകയും ചെയ്യാൻ ഇവർ കാണിക്കുന്ന തൊലിക്കട്ടി. മൂന്ന് ആയത്തുകൾ കൊണ്ട്, മൂന്ന് തെളിവുകൾ കൊണ്ട് സമസ്തയുടെ ഈ നിലപാടുകളെ, ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ ഉത്ബയും ഷൈബയും അബൂജഹലും എന്താണോ, ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തിലാണ്, അബൂജഹൽ അടക്കമുള്ള മക്കയിലെ മുശ്രിക്കുകൾ ഏതൊരു വാദമാണോ ഉന്നയിച്ചത്, അതേ വാദം അതേ ന്യായങ്ങളാൽ അന്ന് അവർ ഉയർത്തിയ ഞൊണ്ടി ന്യായങ്ങൾ അതുപോലെ ഉയർത്തിക്കൊണ്ട് ഇന്നും സമസ്ത ഈ സമൂഹത്തിൽ ശിർക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു പരമയാഥാർത്ഥ്യമാണ്. ഒന്നാമതായി അവർ പറയാറ്, തങ്ങൾ കൊടുത്ത കഴിവിൽ നിന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അള്ളാഹു അവർക്ക് നൽകിയ കഴിവിനാൽ, കറാമത്തിനാൽ സഹായിക്കുമെന്ന് അവർ വാദമുന്നയിക്കുന്നു. വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ സ്വഹീഹ് മുസ്ലിം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ കഅബാലയത്തെ തവാഫ് ചെയ്യും. ആ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു ദിക്റുണ്ട്, തൽബിയത്തുണ്ട്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. വളരെ ചുരുക്കി പറയാം, റബ്ബേ നിനക്ക് പങ്കുകാരില്ല, നിന്റെ വിളിക്കുത്തരം കേട്ട് ഞങ്ങൾ ഇതാ വരുന്നു. പ്രവാചകൻ പറയും ഖദ് വൈലക്കും, മതി ഇവിടെ നിർത്തിക്കോളി. പക്ഷെ അവർ വീണ്ടും പറയും ഇല്ല ശരീകൻ ഹുവ ലക, ഒരു പങ്കുകാരൻ ഒഴികെ. തംലികുഹു വമാ മലക്, തംലികുഹു വമാ മലക്. ആ പങ്കുകാരനെ ഞങ്ങൾ വിളിക്കുന്നത് വദ്ദിനെ, സുവാഖിനെ, യഗൂസിനെ, യഊഖിനെ, നസറിനെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഈ മഹാന്മാരെ, മഹത്തുക്കളെ, ഔലിയാക്കളെ ഞങ്ങൾ വിളിക്കുന്നത് എന്തിനാണെന്നറിയുമോ? തംലികുഹു, നീയാണ് അവരുടെ ഉടമക്കാരൻ. വമാ മലക്ക, അവർ ഞങ്ങളെ സഹായിക്കുന്ന കഴിവ് മുഴുവനും അവർ ഞങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നത് നീ കൊടുത്ത കഴിവ് കൊണ്ടാണ്, നിന്റെ സഹായം കൊണ്ടാണ്. നോക്കൂ, ഇതേ വാദമാണ് മക്കയിലെ മുശ്രിക്കുകൾ ഒന്നാമതായിക്കൊണ്ട് തങ്ങളുടെ ഈ ശിർക്കിന് ന്യായം പറയുന്നത്. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് യൂനുസിൽ പറയുന്നുണ്ട്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ന്യായമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളെ, ഈ ബിംബങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അവർ വാദിക്കുന്നു ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ തങ്ങൾക്കുള്ള ശുപാർശകരാണ്. അല്ലാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യും, കാര്യങ്ങൾ എളുപ്പാക്കി തരും. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ സമസ്തക്കാരായ ആളുകൾ പറയുന്നത്. ഞങ്ങൾ ശുപാർശ ചെയ്യാണ്, ഞങ്ങൾ തവസ്സുൽ ചെയ്യാണ്, ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന വിഷയങ്ങൾ അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങിത്തരാൻ മാത്രമുള്ള റബ്ബിൻ്റെ അടുക്കലുള്ള സ്വീകാര്യത ലഭിച്ച മഹാന്മാരാണ് എന്ന മക്കയിലെ മുശ്രിക്കുകളുടെ വാദം. പിന്നീട് സാധാരണയായി അവർ പറയാറുള്ളത്, മൂന്നാമത് ഉന്നയിക്കാറുള്ളത്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ളവരാണ്. അടിമയും റബ്ബും തമ്മിൽ അകലമുണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കാൻ മധ്യവർത്തികൾ ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ അത് തന്നെ പറയുന്നു സൂറത്ത് സുമറിൽ, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ മതം അള്ളാഹുവിനുള്ളതാണ്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ വലിയകളെ സ്വീകരിച്ചവർ പറയുന്നു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങളവരെ ആരാധിക്കുന്നില്ല ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ മാത്രം. ഇനി മക്കയിലെ ഈ കണ്ട ശിർക്ക് മുഴുവനുള്ള മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ തന്നെ എടുക്കുക. ഇവർ കപ്പലിൽ കയറുമ്പോൾ ഇവരുടെ ശിർക്ക് തൗഹീദാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم مشركون. അവരെങ്ങാനും കപ്പലിൽ സഞ്ചരിക്കുന്ന സമയത്ത് فإذا ركبوا في الفلك دعوا الله مخلصين له الدين,
അള്ളാഹിനോട് മാത്രം വിളിക്കുക, വേറൊന്നുമില്ല. പടച്ചോനെ പടച്ചോനെ പടച്ചോനെ, ഈ വിളിയല്ലാതെ ഒരു വിളി അവർക്കില്ല. കപ്പലിൽ കയറുമ്പം അവരുടെ ശിർക്ക് തൗഹീദാകുന്നു. ഖുർആൻ പ്രയോഗിച്ച പദം നോക്കി നിങ്ങൾ, ദഅഉല്ലാഹ, അള്ളാഹനെ മാത്രം വിളിക്കുന്നു, അത് മതി. മുഖ്ലിസീന, ഇഖ്ലാസോട് കൂടി പടച്ചോനെ വിളിക്കും അവര്. എപ്പം? കപ്പലിൽ കയറിയാൽ, കപ്പലിൽ നിറങ്ങിയാൽ തലകുത്തനെ. കേരളത്തിലെ സമസ്ത വളർത്തുന്ന ഒരു സമൂഹം, ആ സമൂഹം കപ്പലിൽ പോലും മഅദനിലേക്ക് വരുന്ന ബോട്ട് തകരാറിലായ സമയത്ത്, അപകടം മുന്നിൽ കണ്ട സമയത്ത് പോലും റബ്ബേ എന്ന് വിളിക്കരുതവർ എന്ന് നിർബന്ധ ബുദ്ധിയുള്ളതുപോലെ ഇവരുടെ പൗരോഹിത്യം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഘത്തോട് ഒരിക്കലും വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റിയ ഒരു സംഘത്തിന് അവരോട് യോജിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം അവർക്കെതിരെ നിരന്തരമായി ആളുകളെ ഓർമ്മപ്പെടുത്തലുകളും താക്കീത് ചെയ്യാനും കാരണമായിട്ടുള്ളത്. രണ്ടാമത്, കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനം, ഞങ്ങൾ ആരോടും ബഹളത്തിനില്ല, ഞങ്ങൾ ആരോടും തർക്കത്തിനില്ല, ഞങ്ങൾ ആളുകളുടെ മദ്യപാനം നിർത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾ ആളുകളെ നമസ്കരിക്കാതിരിക്കുന്ന ആളുകളോട് നമസ്കരിക്കാൻ വേണ്ടി പറയുന്നവരാണ്, ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാകണമെന്ന് പറയുന്നവരാണ്, ആളുകളോട് ദഅവത്ത് നടത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ സൽപാന്താവിലേക്ക് കൊണ്ടുവരുന്നവരാണ്. ഞങ്ങളിങ്ങനത്തെ കോലാഹലങ്ങളിലൊന്നുമില്ല, ഞങ്ങളങ്ങനെ മാന്യന്മാരായി സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ തനതായ ആശയങ്ങളുമായി ജീവിക്കുന്നവരാണ് എന്ന ഒരു ധ്വനി, എന്നൊരു ചിത്രം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു സംഘടനയുണ്ട്, ഒരു ഭക്തി പ്രസ്ഥാനം. തഖ്വയുള്ള കുറേ മനുഷ്യന്മാർ നല്ല വസ്ത്രം ധരിച്ച്, താടി വെച്ച്, പ്രവാചകൻ്റെ സുന്നത്തുകളൊക്കെ സ്വീകരിച്ച്, യഥാർത്ഥ ദീനിൻ്റെ വക്താക്കൾ ഇവരാണ് എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ സമൂഹത്തിൽ നുഴഞ്ഞു കയറുകയും അടിസ്ഥാനപരമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ, ലാ ഇലാഹ ഇല്ലല്ല പറയാതെ, മുഹമ്മദ് റസൂലുള്ള, ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള എന്ന ആശയത്തിലെ ഏറ്റവും പ്രധാനമായി പ്രവാചകൻ പ്രബോധനം ചെയ്ത വിഷയത്തെ മറച്ചു വെച്ച് കേരളത്തിലുള്ള ആളുകളെ കബളിപ്പിക്കുകയും തങ്ങളുടെ ആശയങ്ങളിലേക്ക് തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് ആളുകളെ ആകർഷിപ്പിക്കുകയും ഇത്തരം ശിർക്കൻ ആശയങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന അപകടം പിടിച്ച ഒരു സംഘം 1926 മുഹമ്മദ് ഇല്ലിയാസ് കാന്തലവി എന്ന വ്യക്തിയുടെ കൈകളാൽ സ്ഥാപിതമായ ഒരു സംഘം. ആരാന്നറിയും? മുഹമ്മദ് ഇല്ലിയാസ് കാന്തലവി. മുഹമ്മദ് ഇല്ലിയാസ് കാന്തലവി വളരെ വ്യക്തമായിക്കൊണ്ട് ചരിത്രത്തിൽ കാണാം, വഹ്ദത്തുൽ വുജൂദ്. വഹ്ദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ ഞാനും നീയും എല്ലാം അള്ളയാണെന്ന് വിശ്വസിക്കുന്ന, അപകടം പിടിച്ച വാദത്തിൽ വിശ്വസിച്ച അബ്ദുൽ ഖുദ്ദൂസ് എന്ന വ്യക്തിയുടെ, ചിശ്തി ത്വരീഖത്തുകാരനായ അബ്ദുൽ ഖുദ്ദൂസിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്ന് തല വെച്ചുകൊണ്ട് അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാദിരി, അല്ലാഹുവേ നീ എൻ്റെ അടുക്കൽ ഹാദിറാ, എന്നിൽ ഹാദിറാ, എന്നിൽ ഹാദിറാ എന്ന് ദിക്ർ ചൊല്ലിയിരുന്ന ശുദ്ധ ഖബറാരാധകനായ ഒരു വ്യക്തിയുടെ കൈകളാൽ സ്ഥാപിതമായ സംഘടനയാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന സംഘടന. തബ്ലീഗ് ജമാഅത്ത് പൊതുവെ ആളുകൾക്കിടയിൽ കർമ്മങ്ങളുടെ മഹത്വം പറഞ്ഞു വരുന്നവരാണ്. മുഹമ്മദ് സക്കരിയ കാന്തലവി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫളായിലു സ്വദഖാത്തിൽ പറയുന്നുണ്ട്, തങ്ങളുടെ ഒരു ആചാര്യന്റെ, നേതാവിന്റെ ദിക്റിനെ കുറിച്ച്, അനകദ്ദാബ് അന ലാ ശൈ ലാ ദില്ല ഇല്ലാ ദില്ലുക്, ഞാൻ കള്ളനാണ്, ഞാൻ ഒന്നുമല്ല, നിന്റെ ദില്ലല്ലാതെ വേറൊന്നില്ല, ലാ വുജൂദ ഇല്ലാ വുജൂദുക്, നീ അല്ലാതെ ഒന്നുമില്ല, മൻ അന, ആരാണ് ഞാൻ, ലാ ശൈഅ വമാ അന ഹുവ അൻ, ഞാൻ എന്താണോ അത് തന്നെയാണ് നീ. പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാനും നീയും ഒക്കെ അള്ളയാണ് എന്ന് പറയുന്നവൻ എഴുതിയ ഫളായിലെ അഅ്മാൽ എന്ന പുസ്തകം കേരളത്തിൽ പ്രസിദ്ധമാണ്. കർമ്മങ്ങളുടെ മഹത്വം പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഇത്തരം ഗുരുതരമായ അടിസ്ഥാനപരമായ അഖീദയിലെ പിഴവടക്കമുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി എഴുതിക്കൂട്ടിയ പുസ്തകമാണ് കേരളത്തിലെ സമൂഹത്തിൽ ഇത്തരം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുസ്തകങ്ങളിൽ വന്നതിൽ 50% മുതൽ 60% വരെ കള്ള ഹദീസുകളാണ്. നമ്മൾ നോക്കണം, ഒരു പുസ്തകം ഇറക്കുന്നു പ്രവാചകന്റെ ചര്യ പഠിപ്പിക്കാൻ. ആ ചര്യ പഠിപ്പിക്കാൻ ഇറങ്ങിയ പുസ്തകങ്ങളിൽ 50%-ലധികം പുസ്തകങ്ങളും കള്ള ഹദീസുകൾ, മൗലു ആയ ഹദീസുകൾ 10ഓളം. ഹദീസ് എന്ന് പോലും പറയാൻ കഴിയാത്ത, പ്രവാചകന്റെ മേൽ വെച്ച് കെട്ടിയത്, മൗലു എന്ന് പറഞ്ഞത് അർത്ഥം ചാർത്തപ്പെട്ടത്, വെച്ചുകെട്ടിയ 10ഓളം ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥസമാഹാരം. ആ ഗ്രന്ഥസമാഹാരം
ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളെ വക്രീകരിക്കുന്ന ഒരു സംഘമാണ് എന്ന് മാത്രമാണ് ഈ കുറഞ്ഞ സമയത്ത് അവരെക്കുറിച്ച് പറയാനുള്ളത്. ദഅവാരംഗത്ത് അവർക്ക് പിഴച്ചിട്ടുണ്ട്. റുബൂബിയത്ത് മാത്രം പറയുന്ന രീതി പിഴച്ചതാണ്. ഉലൂഹിയത്തിന് പ്രാധാന്യം കൊടുക്കാത്ത രീതി പിഴച്ചതാണ്. ഇങ്ങനെയുള്ള ഒരു സംഘവുമായി കൊണ്ട് ചേർന്നിരിക്കൽ സമസ്തയുമായി ചേർന്നിരിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായ പിളർപ്പുകളിൽ വളരെ ഗൗരവപ്പെട്ട ഒരു പിളർപ്പാണ് വിസ്ഡം വിഭാഗവുമായി കൊണ്ട് നമുക്കുണ്ടായ പിളർപ്പ്. എന്തിനാ വിസ്ഡവുമായി കൊണ്ട് മാറി നിൽക്കുന്നത്? മാറി നിൽക്കാൻ താല്പര്യമുള്ളത് കൊണ്ടല്ല, മാറി നിൽക്കുകയല്ലാതെ നിർവാഹമില്ല എന്ന പരമസത്യമാണ് നമ്മളെ അവരിൽ നിന്ന് അകലം പ്രാപിച്ചത്. ആ വിഷയത്തിൽ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് കേൾക്കാം. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങില്ല, അവർ വിളിച്ചു നടത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴിയുണ്ടായി പറയാൻ പോകണം. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിൻ്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങില്ല, അവർ വിളിച്ചു നടത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴിയുണ്ടായി പറയാൻ പോകണം. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിൻ്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾക്ക് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളതായി. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾക്ക് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദ് ഈ ഒരു 4 മാസത്തിൽ തന്നെ ഒരു 75ഓളം കേസുകൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇനിയും ഇതുപോലെ ഇഷ്ടം പോലെ കേസുകൾ നമ്മളത് ഇൻഷാ അല്ലാഹ് അറ്റൻഡ് ചെയ്യും. അത് കുറച്ചധികം ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട് അവിടെ ചുരുക്കാണ്. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും, ഇതൊക്കെ തിരുത്തിയതല്ലേ, ഇത് പണ്ട് പറഞ്ഞതല്ലേ എന്നൊരു ചോദ്യം. ബഹുമാന്യനായ ശംസുദ്ദീൻ പാലത്ത് തിരുത്തിയതല്ലേ? അതേപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരി ആ വിഷയത്തിൽ തിരുത്തൽ രേഖപ്പെടുത്തിയതല്ലേ? പിന്നീട് വന്ന വ്യക്തി, അന്ന് അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ, സാജിദ് തിരുവങ്ങാടി നമ്മുടെ കൂടെ ഈ ആശയത്തെ കൃത്യമായി സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുകയും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇത്തരം ദുരാചാരങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ സംസാരമാണ്. ഞാൻ എന്തിനാണ് ഇത് നിങ്ങളുടെ മുമ്പിലിട്ടെന്നറിയോ? കേവല സംഘടനാപരമായ താല്പര്യങ്ങൾക്ക്, നോക്കണം, സ്ഥാനമോഹങ്ങൾക്ക്, സംഘടനാപരമായ താല്പര്യങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാരണവുമില്ലാതെ ഞങ്ങൾ പുറത്താക്കി എന്ന് നാട് നീളെ വിലപിക്കുന്ന ഒരു സംഘം നമുക്കിടയിലുണ്ട്. നമ്മൾ മറക്കരുത്, കേരളത്തിൽ തൗഹീദ് പറയേണ്ട സമയത്ത് ഇത്തരം ജിന്നുവാദങ്ങൾ കൊണ്ട് മലീമസമായ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. 4 കവലകളിൽ മുഴുവൻ ചെന്നുകൊണ്ട് ഒരു ജിന്നു സുഹൃത്തിനെ വേണമെന്ന് പറയുന്ന, ഒരു ജിന്നു സുഹൃത്തിൻ്റെ സപ്പോർട്ട് വേണമെന്ന് പറയുന്ന, അലൈസല്ലാഹു ബികാഫിൻ അബദ എന്ന ആയത്തോതേണ്ട നാവിൽ നിന്ന് ഈ ദുഷിച്ച ആശയങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ മറന്നു പോവരുത്. അതിൻ്റെ പേരിൽ പിരിഞ്ഞു പോയതിനു ശേഷം പോലും പള്ളികളുടെ ചെരുവിൽ മുഴുവനും റുഖിയ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്നും, അൽഹംദുലില്ലാഹ് എനിക്ക് 4 മാസം കൊണ്ട് 27 കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് സാജിദ് തിരുവരങ്ങാടി പറയുന്നൊരവസ്ഥ നോക്കൂ. എത്രത്തോളമാണ് പിരിഞ്ഞുപോയതിനു ശേഷവും ഇത്തരം ആശയങ്ങൾ കൊണ്ടു നടക്കുകയും അത് വളരെ രഹസ്യമായി ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്തൊരു സംഘം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്നു. ജിന്ന് തേട്ടത്തിൽ ശിർക്കല്ലാത്തത് ഏത് മനുഷ്യനാണ്? അള്ളാന്റെ കിതാബ് അറിയുന്ന ഏത് മനുഷ്യനാണ് ഇത് വ്യക്തമല്ലാത്തത്? ഈ ആശയം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്ന് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചതാണ് മുജാഹിദുകളെ എന്ന് വിചാരിച്ചോളൂ. വിശുദ്ധ ഖുർആൻ സൂറത്തു ജിന്നിലെ ഒരായത്ത് നമുക്ക് വേണ്ടി, ഈ സംഘടനയുടെ പിളർപ്പിന് നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി റബ്ബ് അവതരിപ്പിച്ച ആയത്താണ്. വന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടായിട്ടും വിഷ്ടത്തിന് വേണ്ടി ശബ്ദിക്കാൻ നമ്മുടെ നാവുകൾക്ക് എങ്ങനെ സാധിക്കും? ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടായിട്ടും വിഷ്ടത്തിനോട് മനസ്സിലെങ്കിലും ഒരു ചായ്വ് കാണിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? വന്നഹു കാന റിജാലും മിനൽ ഇൻസ്, മനുഷ്യന്മാരിൽപ്പെട്ട കുറച്ചാളുകൾ.
യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ഒരു സംഘത്തോട് സഹായം തേടും. ഫസാദൂഹും റഹഖ, അത് അവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയൊരു സംഭവമുണ്ട്. യാത്ര ചെയ്യുന്നു മരുഭൂമിയിലൂടെ, ഒറ്റപ്പെട്ട സ്ഥലത്ത്. സ്വാഭാവികമായും അവിടെ ജിന്നുകളുണ്ട്, ജിന്ന് ഉപദ്രവിക്കുമെന്ന് ഭയപ്പെടുമ്പോൾ ഈ നാട്ടിലെ സയ്യിദായ ജിന്നേ, റബ്ബായ ജിന്നേ, അദീമായ ജിന്നേ എന്ന് വിളിച്ചുകൊണ്ട്, നിങ്ങളുടെ ജിന്നുകളുടെ നേതാവ്, ഈ കൂട്ടത്തിലെ ജിന്നുകളുടെ നേതാവേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ, രോഗം മാറ്റണേ എന്നല്ല ചോദിച്ചത്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വിവരദോഷികളായ ചെറിയ ജിന്നുകൾ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങൾ അവിടെ അടക്കി നിർത്തണേ. സാധാരണ പോലീസുകാർ കേസന്വേഷണത്തിന് വേണ്ടി വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പം അവിടുത്തെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും, ഒരു ലോക്കൽ സപ്പോർട്ട്. ഈ ലോക്കൽ സപ്പോർട്ടാണ് ചോദിച്ചത്. എത്ര കൃത്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. വിളിച്ചു ചോദിക്കാണ്, മരിച്ച ജിന്നിനോടല്ല, ഹയ്യായ ജിന്നിനോട്, അവിടെ ഉള്ള ജിന്നിനോട് ചോദിച്ച വിഷയം ഖാദിറാണ്, ഒന്ന് സഹായിക്കണം, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരൊന്ന് തടഞ്ഞു നിർത്തണേ. ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്തിനാ അറിയാം? മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത ശിർക്കിനാണ്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ആർക്കും. അദ്ദേഹം അതിനൊരു വ്യാഖ്യാനം കണ്ട് അത് സയ്യിദ് എന്നാണ് പ്രയോഗിച്ചത്, റബ്ബ് എന്നാണ് പ്രയോഗിച്ചത്, അദീം എന്നാണ് പ്രയോഗിച്ചത്, അസീസ് എന്നാണ് പ്രയോഗിച്ചത്. ഈ നാട്ടിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഏതോ ഒരു ഔലിയാ ജിന്ന്, ഏതോ ഒരു സയ്യിദായ ഔലിയായ റിജാലുൽ ഗൈബിൽപ്പെട്ട ജിന്നിനോടാണ് ചോദിച്ചത്, കേവല വിളിയല്ല. അതുകൊണ്ട് അത് ശിർക്കായതിന് കാരണമുണ്ട് എന്ന് ദുർവ്യാഖ്യാനം ചമച്ച സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയെ പോലുള്ള ആളുകൾ. സാധാരണ നമ്മൾ കുട്ടികളോട് വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ കുട്ടികളോട് ചോദിക്കാറില്ലേ, ചിലപ്പോൾ തമാശക്ക് വേണ്ടി, മോനെ 1000 വലുത് 900 വലുത് ചോദിക്കും. അപ്പോൾ ഈ കുട്ടി 900 എന്നുള്ള ആ ശബ്ദം കേട്ടിട്ട് 900 വലുത്. ഇതേപോലെ റബ്ബുഹാദൽ വാദി, സയ്യിദുഹാദൽ വാദി, അദീമുഹാദൽ വാദി, ഭാഷ അറിയുന്നവർക്ക് മുഴുവൻ അറിയാം. റബ്ബ് എന്നതിന് സാഹചര്യത്തിന് അനുസരിച്ച് അർത്ഥം മാറും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ ഒരു സംഭവം പറയുന്നില്ലേ, വസ്തബഖാ ഇലൽ ബാബ്, രണ്ടുപേരും ആ വാതിലിന്റെ അടുക്കലേക്ക് മത്സരിച്ചോടി. വഖദ്ദത്ത് ഖമീസഹു മിൻ ദുബിരിൻ, അവന്റെ വസ്ത്രം പിന്നിൽ നിന്ന് വലിച്ചു കീറി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസ്ത്രം. വഅൽഫയാ സയ്യിദഹാ ലദൽ ബാബ്, അവിടെ ചെന്നപ്പോൾ സയ്യിദാടുണ്ട്. സയ്യിദാര അള്ളയാണോ? അല്ല, അവളുടെ ഭർത്താവ് അസീസ്, റബ്ബ്, റബ്ബുൽ ബൈത്ത്, നാട്ടിലെ ഗ്രാമമുഖ്യൻ, വീട്ടിലെ കാരണവർ എന്നൊക്കെ ഭാഷക്ക് അർത്ഥമുണ്ട്. എന്നിട്ട് പോലും ഇതറിഞ്ഞിട്ടും മനഃപൂർവ്വം അതിനെ വ്യാഖ്യാനിച്ച് ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് പറയാൻ സൂറത്തുൽ അൻആമിലെ 128 ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇസ്തിംതാഇലേക്ക് കൊണ്ടുപോയി ഇസ്തിആനത്തിനെ കെട്ടി. എന്തൊരു വലിയ ദുർവ്യാഖ്യാനങ്ങളെന്ന് ആലോചിച്ച് നോക്കി. ജിന്നിനോട് തേടുന്ന തേട്ടത്തിൽ അള്ള പറഞ്ഞത് ഷിർക്കുണ്ട് എന്ന്, ഷിർക്ക് മാത്രം പറഞ്ഞു, വേറൊന്നും പഠിപ്പിച്ചില്ല. ജിന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് എന്നല്ലാതെ അതിനെ പടച്ചോൻ രണ്ടായിട്ട് തിരിച്ചിട്ടില്ല ഖുർആനിലും ഹദീസിലും. അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128 ആയത്തിൽ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ, ശ്രദ്ധിച്ചു കേൾക്കണം, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമെടുത്തു എന്ന് പറഞ്ഞാൽ പിശാചുക്കളുടെ ദുർമന്ത്രവാദങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തോന്നിവാസം ചെയ്തു, ശിർക്ക് ബിദ്അത്ത് ചെയ്തു, പിന്നെ അതേപോലെ തന്നെ വ്യഭിചരിച്ചു, കള്ളു കുടിച്ചു, ഇതൊക്കെയാണ് അതിൽ. അപ്പോൾ അതിൽ ഖാലന്നാറു മസ്വാക്കും ഖാലിദീന ഫിഹ, നിങ്ങൾക്ക് നരകം നിങ്ങളുടെ സങ്കേതാണ്, എന്നും നിങ്ങൾ അവിടെ കിടക്കണം. ഖാലിദീന ഫിഹ എന്ന് പറയുന്നത് അവിടെ എന്നും കിടക്കണം. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ള ഉദ്ദേശിച്ച സമയം ഒഴികെ. അപ്പം ഇതുമ പിടിച്ചു. അപ്പം മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്താൽ കാലാകാലം നരകത്തിലല്ലേ, പിന്നെ ഒരിക്കലും അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂലല്ലോ. പിന്നെന്തിനാ റബ്ബ് ഇവിടെ മാഷാ അല്ലാ പറഞ്ഞത്? കാരണം അവിടെ ഇസ്തിംതാണ്, ശിർക്കല്ലാത്ത തോന്നിവാസം ചെയ്തവർ, വ്യഭിചരിച്ചവർ, കള്ളു കുടിച്ചവരുണ്ടാവും. അപ്പം അവിടെ ഇബ്നു അബ്ബാസ് പറഞ്ഞൊരു വാക്കുണ്ട്, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. ഇവിടെ പടച്ചോൻ പറഞ്ഞ കാലാകാലം നരകത്ത് കടക്കൂല എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടെങ്കിൽ അത് ഈമാനുള്ളവരാണ്, ശിർക്ക് ചെയ്തിട്ടില്ല. അവർ പിന്നെ തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കള്ളു കുടിച്ചിട്ടുണ്ടാവും, വ്യഭിചരിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർ തൗഹീദിൽ എന്തെങ്കിലും മായം കലർത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മറ്ററാമുകൾ ചെയ്തവർ അതിനുള്ള ശിക്ഷ അനുഭവിച്ച ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. ഇതിനെ പിടിച്ചു ആ മനുഷ്യൻ. എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? ഇത് ജിന്നിനോട് തേടിയവരിൽ 2 കാറ്റഗറി ഉണ്ട്. ശിർക്കായ തേട്ടം തേടിയവരും ശിർക്കല്ലാത്ത തേട്ടം തേടിയവരും. ഗജാന്തരം വ്യത്യാസമുണ്ട്. ഖുർആനിൽ പറഞ്ഞത് മനുഷ്യർ പിശാചിൻ്റെ വഴിപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന മറ്റ് ഹറാമുകൾ ചെയ്തവരും ഈ കാണുന്ന വസ്തുക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചവർ. ഇത് രണ്ടിനെയും ഒന്നിൽ കെട്ടി
ഇത് ഞങ്ങളുടെ വാദത്തിന് തെളിവാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നവർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി പറയാനുള്ളത്, എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം നിലകൊള്ളുന്നത്? മുജാഹിദ് പ്രസ്ഥാനം നിലകൊള്ളുന്നത് വിഷ്ടത്തിനും മർക്കസു ദഅവക്കും മധ്യയാണ്. മൻഹജുസ് സലഫാണ് ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട്. വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ഹദീസുകളെയും സ്വീകരിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്. മൻഹജുസ് സലഫ് ദലീലല്ല, തെളിവല്ല. എന്താ മൻഹജുസ് സലഫ് എന്ന് പറഞ്ഞാൽ? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഖുർആനിൽ ഒരു ആയത്ത് വന്നാൽ, പ്രവാചകന്റെ ഒരു ഹദീസ് വന്നാൽ, അത് പ്രവാചകൻ എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അതേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. ആ ആയത്തിനെ, ഹദീസിനെ സ്വഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതേ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ. ആ വിഷയത്തിൽ വിഷ്ടം അതിര് കവിഞ്ഞുപോയി. അഭൗതിക വിഷയങ്ങളിൽ, ഗൈബിയായ വിഷയങ്ങളിൽ തങ്ങളുടേതായ പഠന ഗവേഷണങ്ങൾ നടത്തി വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി മുജാഹിദ് പ്രസ്ഥാനം ആയത്തും ഹദീസും പറഞ്ഞെടുത്തു നിൽക്കും. ജിന്ന് എന്ന് പറഞ്ഞാൽ എന്താണോ ഖുർആനും ഹദീസും പറഞ്ഞാൽ അവിടെ നിൽക്കും, അതിനപ്പുറത്ത് പോകില്ല. ജിന്നിന് കുട്ടികളുണ്ടോ? ജിന്നിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ? എവിടെ പോകും, എവിടെ വരും? ഖുർആനും ഹദീസിലും സ്ഥാപിതമായി വന്നതെന്തോ അത് സ്വീകരിക്കും. അതിനപ്പുറത്ത് കാമാമുണ്ടൂല. ഇവിടെയോ? ഇവിടെ പ്രവാചകന്റെ ഹദീസുകളിൽ നിന്ന് വന്നത്, സ്ഥാപിതമായി വന്നത്, അത് ഖബർ വാഹിദാണെങ്കിലും ശരി, ഏക പരമ്പരയിലൂടെ വന്നതാണെങ്കിലും ശരി, പ്രവാചകനിൽ വന്നതിനെ അതുപോലെ സ്വീകരിക്കും. സ്വഹാബത്ത് കണ്ടിട്ടില്ലാത്ത ഒരർത്ഥതലം നമ്മൾ അതിന് കൊടുക്കൂല. സ്വഹാബത്ത് വ്യാഖ്യാനിച്ചിട്ടില്ലാത്ത ഒരർത്ഥതലം കൊടുക്കൂല. എന്താണോ സ്വഹാബത്ത് അതിൽ നിന്ന് മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കും. അതാ മൻഹജുസ് സലഫ്. അതിനെ നിഷേധിക്കൂല, അതിനെ തള്ളിപ്പറയൂല. പിന്നെ സിഹറാണ്. സിഹറിന്റെ വിഷയത്തിൽ കേരളത്തിൽ തൗഹീദ് പറയേണ്ട സമയം മുജാഹിദുകളെ നമ്മൾ എത്ര കാലം സിഹർ പറഞ്ഞു നശിപ്പിച്ചു. കേരളത്തിലായ സ്ഥലങ്ങളിൽ മുഴുവൻ, തെരുവുകളിൽ മുഴുവനും സിഹർ സിഹർ സിഹർ. അവസാനം സിഹറും ജിന്നുമായി നമ്മുടെ ജീവിതകാലത്ത് നല്ലൊരു ശതമാനം അതിനുവേണ്ടി നമ്മൾ സമർപ്പിച്ചു. അവസാനം അള്ളാഹുവിൻ്റെ മഹാനുഗ്രഹം കൊണ്ടൊരു ഐക്യമുണ്ടായി. ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഐക്യത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തു. സിഹറടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്തു. ഒരു തീരുമാനം എടുത്തു. മൻഹജുസ് സലഫ് എന്താണ് ഹദീസുകൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം? സിഹറിന്റെ വിഷയത്തിൽ കൃത്യമായി നിലപാടെടുത്തു. സിഹറിന് ഹഖീഖത്തും തഅ്സീറും ഉണ്ട് എന്നത് പ്രബലമായ അഭിപ്രായമാണ്, ഭൂരിപക്ഷാഭിപ്രായമാണ്. എന്നാൽ തഅ്സീറും ഹഖീഖത്തും ഇല്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുമുണ്ട്. ഇത് രണ്ടിനെയും പ്രസ്ഥാനം ഉൾക്കൊണ്ടു. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ ദീനിന്ന് പുറത്താണെന്ന് പറയരുത്. ഇതൊരു അഭിപ്രായ വ്യത്യാസമാണ്, പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോവരുത്. ഇത് പൊതുജനങ്ങളുടെ മുമ്പിലിടരുത്, അബദ്ധമാണ്, ചെയ്യരുത് എന്ന് തീരുമാനമെടുത്ത് നമ്മൾ ഒന്നിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നടന്ന സംസാരത്തിൽ ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് കരുമ്പലാക്കൽ ഒരു സംസാരമുണ്ട്. ഒരു മനുഷ്യന്റെ മുനവച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഐക്യപ്പെട്ടതിന് മുമ്പ് സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് സിഹറിന് ഹഖീഖത്തും തഅ്സീറും ഉണ്ട് എന്ന് വിശ്വസിച്ചവർ നരകത്തിലും, ഇപ്പോൾ നിങ്ങൾ ഐക്യപ്പെട്ടതിന് ശേഷം സിഹറിന് ഹഖീഖത്തും തഅ്സീറും ഉണ്ട്, സിഹറിന് ഹഖീഖത്തുണ്ടെന്ന് വിശ്വസിച്ചവർ സ്വർഗത്തിലുമാണോ എന്ന് ചോദിച്ചപ്പം വളരെ യുക്തിഭദ്രമായി അദ്ദേഹം മറുപടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞത്, ഈ വിഷയത്തിലുള്ള അഭിപ്രായം അതിൻ്റെ കാര്യകാരണ ബന്ധം മറഞ്ഞതാണോ അതല്ല തെളിഞ്ഞതാണോ എന്ന രൂപത്തിലാണ്. ഇനി വിശ്വസിക്കുന്നവർ പോലും പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കറിയില്ലെങ്കിലും റബ്ബ് നിശ്ചയിച്ച ഒരു മാർഗമുണ്ട്, ആ മാർഗത്തിലൂടെ അതിന് സ്വാധീനമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ വിഷയമല്ല, അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്, അതങ്ങനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞവർ ഇന്ന് എവിടെ നിൽക്കുന്നു? സംഘടനയ്ക്ക് വേണ്ടി ഒരു സംഘടന ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് കേവലം എന്തെങ്കിലും ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, സിഹർ പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തി എന്ന് തീരുമാനിച്ചവർ ഇന്ന് കേരളമൊട്ടാകെ സിഹർ സിഹർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവസ്ഥ. സമൂഹത്തിലേക്ക് വീണ്ടും ഈ വഴിവിട്ട ചർച്ചകൾ കൊണ്ടുപോയി ജനങ്ങളുടെ തലച്ചോറിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഈ ഐക്യത്തെ തളർത്താനും ഈ ഒന്നിച്ചു നിൽക്കുന്നതിനെ, വിശാലമായ വിഷയത്തിലെ പണ്ഡിതാഭിപ്രായത്തെ സ്വീകരിച്ച നമ്മുടെ നിലപാടുകളെ തളർത്താനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, നാം വിഷ്ടത്തെപ്പോലെ അതിര് കടന്നു പോകുന്നുമില്ല. മർക്കസ് ദഅവ ഈ വിഷയത്തിൽ തീരുമാനിച്ച, ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അതും അതിര് കഴിഞ്ഞ നിലപാടാണ്. ഇത്തരം വിഷയങ്ങളെ തളർത്തുന്ന തരത്തിലുള്ള ആ നിലപാടിനോടും നമുക്ക് യോജിപ്പില്ല. രണ്ടിൻ്റെയും മധ്യം മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, പ്രവാചകനും സ്വഹാബത്തും സ്വീകരിച്ച മാർഗം അത് കൃത്യമായി പുലർത്താനും അതിനുവേണ്ടി നിലകൊള്ളാനും തൗഹീദിനു വേണ്ടി ജീവിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.